ചെമ്പരത്തി ആയുർവേദ ചാനലിൻ്റെ മറ്റൊരു ഔഷധ പരിചയത്തിലേക്ക് സ്വാഗതം. രക്തവാതത്തിൻ്റെ ചികിത്സയിലും രക്തശുദ്ധിക്കും വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന കൈശോര ഗുൽഗുലു ഗുളികയുടെ വിശദ വിവരങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം കൈശോര ഗുൽഗുലു ഗുളികയുടെ ചേരുവകളും തയ്യാറാക്കുന്ന രീതിയും നോക്കാം. കടുക്കാത്തോട്, നെല്ലിക്കാത്തോട്, താന്നിക്കത്തോട്, ചിറ്റമൃത് എന്നിവ ഇരുമ്പ് പാത്രത്തിൽ കഷായം വെച്ച് പിഴിഞ്ഞരിച്ചതിൽ ശുദ്ധി ചെയ്ത ഗുൽഗുലു ചേർത്ത് വീണ്ടും പാകം ചെയ്ത് കൊഴുത്തു വരുമ്പോൾ കടുക്കാത്തോട്, താന്നിക്കത്തോട്, നെല്ലിക്കത്തോട്, അമൃതിന്നൂറ്, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, വിഴാലരി, നാഗദന്തിവേര്, ത്രികോൽപ്പക്കൊന്ന എന്നിവയുടെ പൊടിയും ചേർത്ത് യോജിപ്പിച്ചെടുക്കുന്നതാണ് കൈശോര ഗുൽഗുലു തയ്യാറാക്കുന്ന വിധം. ഇങ്ങനെ തയ്യാറാക്കുന്ന കൈശോര ഗുൽഗുലു ഗുളിക എല്ലാവിധ കുഷ്ഠങ്ങളും രക്തവാതവും സകലവിധ വ്രണങ്ങളും ഗുന്മം, പിടകകൾ, പ്രമേഹം, മഹോദരം, അഗ്നിമാന്ദ്യം, കാസം, ശ്വാസം തുടങ്ങിയവ ശമിപ്പിക്കുമെന്ന് സഹസ്രയോഗത്തിൽ പറയുന്നു. രക്തശുദ്ധി വർദ്ധിപ്പിക്കുകയും അതുവഴി എല്ലാത്തരം ചർമ്മരോഗങ്ങളെയും നിശേഷം ഇല്ലാതാക്കുകയും ചെയ്യുന്ന കൈശോര ഗുൽഗുലു എല്ലാത്തരം വ്രണങ്ങളിലും വിശേഷിച്ച് പഴകിയതും ഉണങ്ങാത്തതുമായ വ്രണങ്ങളിൽ നല്ല ഫലം നൽകുന്ന ആയുർവേദ ഔഷധമാണ്. പ്രമേഹ രോഗികളിലെ വിവിധ ചർമ്മരോഗങ്ങൾക്കും പ്രമേഹക്കുരുവിനും ഫലപ്രദമാണ്. ഉപാപചയ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്ന കൈശോര ഗുൽഗുലു വീക്കത്തോടും വേദനയോടും പനിയോടും കൂടിയ സന്ധിവാതത്തിൽ ഉചിതമായ മറ്റു മരുന്നുകൾക്കൊപ്പം ഉപയോഗിക്കുമ്പോൾ മികച്ച അനുഭവഫലസിദ്ധി കാണാറുണ്ട്. മഹോദരം പോലുള്ള രോഗങ്ങളിലും മലബന്ധം, ദഹനക്കുറവ് തുടങ്ങിയവയ്ക്കും കാസശ്വാസ രോഗങ്ങൾക്കും കൈശോര ഗുൽഗുലു നിർദ്ദേശിക്കാറുണ്ട്. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കാനും അത് കാരണമായുണ്ടാകുന്ന വേദനയും വീക്കവും മടമ്പ് വേദനയും ഇല്ലാതാക്കാനും മറ്റ് നീർക്കെട്ടുകൾ തടയാനും കൈശോര ഗുൽഗുലു ഗുണം ചെയ്യും. സന്തുക്കളുടെയും പേശികളുടെയും കരളിന്റെയും പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്ന കൈശോര ഗുൽഗുലു പ്രായാധിക്യം ചർമ്മത്തെ ബാധിക്കാതിരിക്കാനുള്ള ചികിത്സയിലും വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ വിപുലമായ ഫലശ്രുതികളുള്ള കൈശോര ഗുൽഗുലു കൃത്യമായ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. സാധാരണഗതിയിൽ 1 മുതൽ 4 വരെ ഗുളികകൾ 1-2 നേരം യുക്തമായ അനുപാനത്തിനൊപ്പം കഴിക്കാം. രോഗാവസ്ഥകൾക്കനുസരിച്ച് ചൂടുവെള്ളം, പാൽ, മഞ്ഞിഷ്ടാദി കഷായം, രാസ്നാദി കഷായം തുടങ്ങിയവയാണ് അനുപാനമായി പൊതുവായി നിർദ്ദേശിക്കാറുള്ളത്. കൈശോര ഗുൽഗുലു ഉപയോഗിക്കുമ്പോൾ അമിതമായ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ, മദ്യപാനം എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ഇതേപോലെ കൂടുതൽ ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ച് വിശദമായി അറിയുവാൻ ചെമ്പരത്തി ആയുർവേദ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക.